ഫ്രണ്ട്സ്, റൈഡർ പ്രോയിലേക്ക് സ്വാഗതം. അപ്പോൾ റൈഡർ പ്രോ എന്നുള്ളത് നമ്മുടെ ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്കിൻ്റെ മാർക്കറ്റിൽ നിന്നുള്ള എൻട്രിയിലേക്കാണ്. അപ്പോൾ അതായത് ഇവിടെ ഈ ഒരു ഗേറ്റ്, ഇതൊരു ഗേറ്റൊക്കെ ഉണ്ട്, കംപ്ലീറ്റ് ഗേറ്റിലാണ് ചുറ്റപ്പെട്ടതാണ്. ഇതിലേക്കൂടി വാഹനങ്ങൾക്ക് പോകാൻ പറ്റും. അതായത് വർക്കിംഗ് അവേഴ്സിലൊക്കെ ഇതിലേക്ക് ഷോർട്ടായിട്ട് നമുക്ക് എയർപോർട്ട് റോഡിലേക്കും MG റോഡിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ശേഷം ഈ ഒരു ഗേറ്റ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയുള്ളൂ. അതുവരെ ക്ലോസ് ആണ്. അപ്പോൾ അതിന് ക്ലോസ് ആകാൻ കാരണം ഇവിടെ കുറേ ആൾക്കാർ, അതായത് ഈ ഒരു ഏരിയയ്ക്ക് ചുറ്റുള്ള ആൾക്കാർ ഇവിടെ വാക്കിംഗ് എക്സസൈസ് ഒക്കെ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ അവരാണ് നമ്മളെ കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കി. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ വെച്ചാൽ ഇതിൻ്റെ ഗാർഡൻസൊക്കെ നോർമലായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇത് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പാർക്ക് കൂടിയാണ് ബാംഗ്ലൂർ സിറ്റിയിൽ. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഒരു ഗംഭീരം പാർക്ക്. ഇത് MG റോഡിനും പിന്നെ എയർപോർട്ട് റോഡിനും ഒക്കെ അടുത്ത് തന്നെയാണ്. MG റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതുള്ളത്. പിന്നെ KR മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ, പിന്നെ മെജസ്റ്റിക്കിൻ്റെ അടുത്ത്, പിന്നെ ഉള്ളത് വിധാൻ സൗധൻ്റെ അടുത്ത്, അങ്ങനെ എയർപോർട്ട് റോഡിൻ്റെ അടുത്ത്, പിന്നെ അങ്ങനെ പൊതുവായ മെയിനായിട്ടുള്ളൊരു ഏരിയ അതാണ് ഈ ഒരു പാർക്ക്, കബ്ബൺ പാർക്ക്. അപ്പോൾ കബ്ബൺ പാർക്കിൽ രാവിലെയുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണാം. അതിൻ്റെ ഈ ഒരു സൈഡിൽ അമ്പലങ്ങളൊക്കെ ഉണ്ട്. ഈ അമ്പലവും ഇവിടെ ഉള്ള ജനങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. കാരണം അമ്പലം കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രാർത്ഥന, പിന്നെ പൂജ, അതൊക്കെ കഴിഞ്ഞ് ചില ആൾക്കാർ അങ്ങനെ അവരുടെ വ്യായാമ മുറകളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന ഒരു ടൈം. അങ്ങനെ നമ്മൾ, അതായത് റൈഡർ പ്രോ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ചിലപ്പോഴൊക്കെ വാക്കുകളൊക്കെ തെറ്റിപ്പോവും, ക്ഷമിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അമ്പലവും അതിൻ്റെ പിന്നെ ശിലയും ഒക്കെ അടുത്തൊക്കെ കാണാം. എങ്കിലും നമ്മൾ അടുത്തുള്ള പുതിയ പുതിയ കാഴ്ചകളൊക്കെ തേടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള ചെടികളും, പിന്നെ ഇതൊക്കെ ആയുർവേദത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. മുറിവിനൊക്കെ തേക്കാൻ പറ്റുന്ന ഒരു മരുന്ന്. അപ്പോൾ വീട്ടിലൊക്കെ അത്യാവശ്യമുള്ള വേണ്ട ചെടിയാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിലേക്ക് കൂടി ഒന്ന് ഉള്ളിലേക്ക് കൂടി, കൂടുതലൊന്നും കയറുന്നില്ല, കുറേ ഏക്കർ കണക്കിനുള്ള സംഭവങ്ങളാണ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മുളകളാണ്. പിന്നെ പഴയ മരങ്ങൾ, എന്തെല്ലോ മരങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് പുഷ്പമരങ്ങളാണ്. കായ്കളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒരു സമയത്ത് വിൻ്റർ സീസണൊക്കെ നല്ല പൂവുകളൊക്കെ ഉണ്ടാകും. അതിപ്പോൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അന്നേരം ഒരു വീഡിയോ നമുക്ക് എടുക്കാം. പിന്നെ നമ്മുടെ പ്രാവുകളും പിന്നെ ഒക്കെ നമുക്ക് നന്നായി കാണാൻ പറ്റും ഈ ഒരു പുലർച്ചയിൽ. അപ്പോൾ പുലർച്ചയിൽ ഒരു വാക്കിങ് എക്സസൈസ് ചെയ്യുന്നവരൊക്കെ അതൊരു നല്ലൊരു പ്ലേസ് കൂടിയാണ് ഈ നമ്മുടെ കബ്ബൺ പാർക്ക്. പിന്നെ ഇതിലൊക്കെ ട്രീസ് ഒരു ആർട്ടിസ്റ്റിക് വൈഭവം ഉള്ളതാണ്. നമുക്ക് കാണാൻ പറ്റും നല്ലൊരു കാഴ്ചാനുഭവമായ ഈ ഒരു മരങ്ങളും അതിലെ ചുറ്റുപാടുകളും. പിന്നെ ബാംഗ്ലൂർ സിറ്റിയിൽ ഇപ്പോൾ മഴ നിന്നതിനാൽ ചിലപ്പോഴൊക്കെ മഴയുണ്ടാവും, ഇല്ലെങ്കിൽ മഴക്കാറുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഗ്രീനറി നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. കുറച്ചൊരു മഴയിലും കഴിഞ്ഞ സീസൺ, ഒരു വേൽ തുടങ്ങുന്നതിന് മുമ്പിൽ നമുക്ക് ഇവിടേക്ക് വന്നാൽ നല്ലൊരു കാഴ്ച അനുഭൂതി നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നിർത്തുകയാണ്. പുതിയ വീഡിയോ ആയിട്ട്, പുതിയ കാഴ്ചകളുമായിട്ട് വേഗം വരാം. അപ്പോൾ ഈ ഒരു കബ്ബൺ പാർക്കിലെ മോർണിംഗ് സെഷൻ ഇവിടെ അവസാനിക്കുന്നു. ഒരു ആഫ്റ്റർനൂൺ, അതായത് ഉച്ച സെഷൻ നമുക്ക് വീണ്ടും വരാം. അപ്പോഴേക്കും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ഇതൊക്കെ നല്ലൊരു പൂവുകളാണ്. ഇങ്ങനെയൊക്കെ പൂവുകൾ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ സീസണായി വരുന്നതേ ഉള്ളൂ. നമുക്ക് കാണാം. ബൈ ബൈ.